ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ വെയിറ്റ് ലോസ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ വെയിറ്റ് ലോസ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഏകദേശം ഒരു 30 ദിവസത്തിലേക്ക് അടുക്കാറായിട്ടുണ്ട്. ഒരു 30 ദിവസം ആകുമ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് ലോസിൽ ഞാൻ എന്തൊക്കെ പഠിച്ചു, ഞാൻ എൻ്റെ വെയിറ്റ് ലോസിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, എനിക്ക് എന്തൊക്കെ നെഗറ്റീവ് കമൻസ് വന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ ലോങ് വീഡിയോയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചിയാ സീഡ് പോലെ തന്നെ മെയിനായിട്ട് വേറൊരു സാധനമുണ്ട്, ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. ആ ഫ്ലാക്സ് സീഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടാകും, ആ ഫ്ലാക്സ് സീഡും ചിയാ സീഡ് പോലെ തന്നെയാണോ, നമുക്ക് ഡേഞ്ചറസ് ആണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫ്ലാക്സ് സീഡ് എന്ന് അറിയാം. നമ്മൾ പലരും കേട്ടിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ കഴിക്കാനായിരിക്കില്ല, സ്കിൻ കെയറിനോ ഹെയർ കെയറിനോ ഒക്കെ ഫ്ലാക്സ് സീഡ് യൂസ് ചെയ്തിട്ടുള്ളവരായിരിക്കാം. ഞാനടക്കം ഫ്ലാക്സ് സീഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലാക്സ് സീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ ചണ വിത്തെന്നാണ്. ഇത് വെയിറ്റ് ലോസിന് സഹായിക്കുന്നു, ഡയറ്റിന് സഹായിക്കുന്നു. ചിയാ സീഡ് പോലെ തന്നെ ഇതിലും ചില ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ ജീരക വെള്ളം പറഞ്ഞപ്പോഴും ചിയാ സീഡ് പറഞ്ഞപ്പോഴും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് മാത്രമായിട്ട് നമുക്ക് ഒരിക്കലും വെയിറ്റ് ലോസ് ഉണ്ടാക്കില്ല. ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ വെയിറ്റ് ലോസ് കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഞാൻ പോവുകയാണ്. ഓക്കെ, ഫ്ലാക്സ് സീഡിനകത്ത് ഫൈബർ ഉണ്ട്, ഒമേഗ 3 ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ലിഗ്നൈൻസ് എന്ന് പറയുന്ന ഇത്രയും കണ്ടന്റ് ആണ് അതിനകത്ത് തന്നെ ഉള്ളത്. ഓക്കെ, ഫ്ലാക്സ് സീഡ് നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാകും, നമുക്ക് പിന്നെ ഓവർ ഈറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറയും. ഇതിനകത്ത് സോലുബിൾ ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിത് കഴിക്കുമ്പോൾ പയ്യെ ഡൈജസ്റ്റ് ആവുള്ളൂ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫുഡെല്ലാം പയ്യെ ഡൈജഷൻ ആവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പിന്നെ ഓവർ ഈറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറയും. പിന്നെ നമുക്ക് ക്രേവിങ്സ് തോന്നാനുള്ള ഒരു ടെൻഡൻസിയും കുറയുന്നതാണ്. ഓക്കെ, ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഈ ഫ്ലാക്സ് സീഡിനകത്ത് ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. ഇത് നമുക്ക് കഴിക്കുമ്പോഴത്തേക്കും എന്തുണ്ടാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമിതമായിട്ടുള്ള ഒരു കൊഴുപ്പിനെ കളയാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. വെച്ചാൽ ഫാറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. എസ്പെഷ്യലി നമ്മുടെ ബെല്ലി ഏരിയാസിലുള്ള ഫാറ്റിനെ കളയാൻ വേണ്ടിയിട്ട് ഫ്ലാക്സ് സീഡ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ ഷുഗർ സ്പൈക്ക് പെട്ടെന്ന് ഉണ്ടാവാതിരിക്കാനും അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ലെവൽ കൂട്ടാതിരിക്കാനും ഈ ഫ്ലാക്സ് സീഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിനൊന്ന് കൺട്രോൾ ചെയ്ത് ഫാറ്റ് സ്റ്റോർ ആക്കുന്നത്. നമ്മൾ ഷുഗർ കഴിക്കുമ്പോഴാണല്ലോ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ കൺവേർട്ട് ആക്കാതെ ഫാറ്റ് സ്റ്റോർ ആക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിനെ തടയാനാണ് ഫ്ലാക്സ് സീഡ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, കോൺസ്റ്റിപ്പേഷൻ മാറുന്നു. ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമുക്ക് മോഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ പോകും. അല്ലാതെ ഇങ്ങനെ വയറൊക്കെ വീർത്ത് അങ്ങനെ ടമ്മിയൊക്കെ ഇങ്ങനെ വലുതായിട്ടിരിക്കുന്നത് പോലെയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് കഴിക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ മാറാൻ വേണ്ടിയിട്ടും സഹായിക്കും. മെറ്റാബോളിസം കൂട്ടുന്നു. ഇത് ശരീരത്തിലെ മെറ്റാബോളിസത്തിന്റെ ആ ഒരു ആക്റ്റീവ് ലെവൽ കൂട്ടുകയും നമുക്ക് വെയിറ്റ് ലോസ് പെട്ടെന്ന് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഫ്ലാക്സ് സീഡ് എങ്ങനെ കഴിക്കാൻ നോക്കാം. നമ്മൾ പൊടിയായിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ട് അതിന് എയർ ടൈറ്റുള്ള കണ്ടെയ്നറിന് ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുക. 1 സ്പൂണ് ഫ്ലാക്സ് സീഡിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഇത് മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ് രാവിലെ. ഓക്കെ, പിന്നെ നൈറ്റ് 1 സ്പൂൺ ഫ്ലാക്സ് സീഡിനെ വെള്ളത്തിനകത്ത് 1 കപ്പ് വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിട്ട് രാവിലെ വെള്ളം മാത്രം കുടിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കില്ലേ. ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്സിനകത്ത് ചപ്പാത്തി നമ്മൾ മാവൊക്കെ കുഴയ്ക്കുമ്പോൾ അതിൽ കുറച്ച്, പിന്നെ നമ്മൾ എന്തെങ്കിലും സ്മൂത്തി കഴിക്കുമ്പോൾ, പിന്നെ തൈരൊക്കെ കഴിക്കുമ്പോൾ ഇത് കുറച്ച് ഇതിന്റെ പൊടിയോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ ഒക്കെ ഇട്ട് നമുക്ക് ഇതിന്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഓക്കെ, ഇത് കൂടുതലും നല്ലത് മോർണിംഗിൽ എംറ്റി സ്റ്റൊമക്കിന്, അല്ലാന്നുണ്ടെങ്കിൽ നൈറ്റ് നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ കഴിച്ചിട്ട് കിടക്കുക. തൊട്ട് മുന്നേ മീൻസ് കുറച്ച് നേരത്തിന് മുന്നേ കഴിച്ചിട്ട് കിടന്നുറങ്ങുക. നമ്മൾ പറഞ്ഞു ഫ്ലാക്സ് സീഡ് കഴിക്കുമ്പോൾ വെയിറ്റ് ലോസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഈ ഒരു വെയിറ്റ് ലോസ് എത്ര നാൾ കൊണ്ടാണ് നമുക്ക് ഒരു വിസിബിൾ ചേഞ്ച് ഉണ്ടാകത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 7 to 10 ദിവസം നമുക്ക് ബ്ലോട്ടിംഗ് മാറി കിട്ടും. 2 to 3 വീക്ക് ഇഞ്ചസ് ലോസ് വരും. 1 മന്ത് ആകുമ്പോൾ വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് മീൻസ് വെയിറ്റ് ലോസ്, ഫാറ്റ് ലോസ്, ഇഞ്ചസ് ലോസ് എല്ലാം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ,
പിന്നെ നമ്മൾ ഈ ഫ്ലാക്സ് സീഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ആകുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇൻഫ്ലമേഷൻസ് ഒക്കെ ജോയിന്റ് പെയിനോ നീ പെയിൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്ലാക്സ് സീഡ് ഹെൽപ്പ് ചെയ്യും. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ടൈം ഒരാൾ ഫ്ലാക്സ് സീഡ് കഴിക്കുമ്പോൾ അയാൾക്ക് ചെറുതായിട്ട് ലൂസ് മോഷനും ബ്ലോട്ടിങ്ങും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ എപ്പോഴും ചെറിയ അളവിൽ കഴിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് തന്നെ വലിയ വലിയ അളവിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ മാത്രം കഴിച്ച് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ബോഡി അതുമായിട്ട് ഫെമിലിയർ ആകുമ്പോൾ മാത്രം ഇത് നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫ്ലാക്സ് സീഡ് ആരൊക്കെ കഴിക്കാൻ പാടില്ല, ഡോക്ടറിന്റെ അഡ്വൈസ് ഇല്ലാതെ കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് തന്നെ പ്രഗ്നന്റ് ലേഡീസ് തന്നെയാണ്. ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രഗ്നന്റ് ലേഡീസ് എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഓക്കെ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന മദേഴ്സിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ലൂസ് മോഷനും ഗ്യാസ് ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഹോർമോൺ റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ളവർ, ചില ക്യാൻസേഴ്സ് പ്രോബ്ലങ്ങളൊക്കെ ഉള്ളവർ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഫ്ലാക്സ് സീഡിനകത്ത് സൈറ്റോ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഡോക്ടേഴ്സിന്റെ പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ആ ഒരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലാക്സ് സീഡ് കഴിക്കുന്നവർ ഈ കാര്യങ്ങളും കൂടി നോക്കാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഓക്കെ, ഈ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നവരുണ്ട്, അവര് ഒരിക്കലും ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാക്സ് സീഡ് ഓൾറെഡി ബ്ലഡിനെ തിന്നാക്കും, അപ്പൊ ബ്ലീഡിങ്ങിന്റെ റിസ്ക് കൂടും. അതുകൊണ്ട് അവരെടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. ലോ BP ഉള്ളവർ, ഞാൻ പറഞ്ഞു BP ഒക്കെ എന്തെയും മീൻസ് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലാക്സ് സീഡ് സഹായിക്കുന്നത്. ലോ BP ഉള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കുറയും. അതുകൊണ്ട് ലോ BP ഉള്ളവർ എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉള്ളവർ എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. തൈറോയ്ഡ് ഇഷ്യൂ ഉള്ളവർ എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഈ തൈറോയിഡ് എന്ന് പറയുമ്പോൾ ഹൈപ്പോ തൈറോയിഡ് ഉള്ളവരാണ് ഇതെടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. മീൻസ് കൂടുതൽ ഇതെന്ന് വെച്ചാൽ തൈറോയിഡിൽ കൂടുതലും ഹൈപ്പോ തൈറോയിഡ് ഉള്ളവരാണ് എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ലാത്ത കാര്യം. റോ ഫ്ലാക്സ് സീഡില് അയൺ അബ്സോർബ് ചെയ്യുന്നതിനെ എഫക്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. റോ നമ്മൾ ഇത് എടുക്കുമ്പോൾ ഫ്ലാക്സ് സീഡ് എടുക്കുമ്പോൾ നമ്മുടെ അയൺ നമ്മൾ അബ്സോർബ് ചെയ്യുന്നതിൽ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവരെ എടുക്കാനായിട്ട് നോക്കുമ്പോൾ ഡോക്ടറിനോടൊന്ന് ചോദിക്കാം. കിഡ്നി സ്റ്റോൺ ഉള്ളവർ ഒന്ന് ലിമിറ്റ് ചെയ്യുക. കാര്യം ഫ്ലാക്സ് സീഡിൽ ഓക്സലേറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറയാൻ പോകുന്നത് ഫ്ലാക്സ് സീഡ് നമ്മൾ എടുക്കുന്നു എന്ന് പറയുന്നു. എത്ര അളവിൽ എടുക്കണം? 1 to 2 സ്പൂൺ മാത്രമേ എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. സ്പൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീസ്പൂൺ ആണ്. 1 to 2 ടീസ്പൂൺ എടുക്കുക ഒരു ദിവസം. പിന്നെ ഒന്നെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. പച്ച മീൻസ് നമ്മളല്ലാതെ പച്ചയായിട്ട് എടുക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പൗഡറിന്റെ ഫോം ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് ചിയാ സീഡിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്ലെന്റി ഓഫ് വാട്ടറും കൂടി കുടിക്കുക. അല്ലാതെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഫ്ലാക്സ് സീഡ് കഴിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഫ്ലാക്സ് സീഡിന്റെ ഗുണവുമുണ്ട്. എന്ത് സാധനം നമ്മളിപ്പോ നമ്മുടെ ശരീരത്തിലേക്ക് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ എടുക്കുന്ന എന്ത് സാധനത്തിന് ഒരു സൈഡ് പോസിറ്റീവ് ഒരു സൈഡ് നെഗറ്റീവും ഉണ്ട്. ചില ആൾക്കാർക്ക് എടുക്കാം, ചില ആൾക്കാർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ചിയാ സീഡ് നമുക്ക് നല്ല വേർഷനെ നമ്മൾ കേട്ടിട്ടുള്ളൂ, പക്ഷെ ചിയാ സീഡിന് ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മരണം വരെ സംഭവിക്കാം ചിയാ സീഡ് ആ രീതിയിൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ. ഫ്ലാക്സ് സീഡും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു അളവുണ്ട്, ആ അളവിൽ കൂടുതലായിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അത് നമ്മൾ വെയിറ്റ് ലോസിലായാലും നമ്മൾ പോർഷൻ കൺട്രോൾ ചെയ്യാന്ന് പറയില്ലേ. പോർഷൻ എന്തുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറയുന്നു? അത് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത് എഫക്ട് ചെയ്യുന്നതുകൊണ്ട് പോർഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് സീഡ് എന്ത് ഫുഡ് എടുക്കുമ്പോഴായാലും അതിനെ പോർഷൻ കൺട്രോൾ ചെയ്ത് അതിനൊരളവുണ്ട്, ആ ഒരു അളവിൽ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഡ്രിങ്ക് കഴിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒന്നും സംഭവിക്കില്ല. ഇതിന്റെ കൂടെ എല്ലാം ആഡ് ചെയ്യണം. ഇതിനകത്ത് ഫൈബർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാർബ്സ് ആഡ് ചെയ്യണം. മോർ പ്രോട്ടീൻസ് ആഡ് ചെയ്യണം. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, എൻ്റെ ഒരു കേസിൽ
ഞാൻ ഫ്ലാക്സ് സീഡ് ഇതുവരേക്കും എടുത്തിട്ടില്ല. ഞാൻ ഹെയറിന് എടുത്തിട്ടുണ്ട്, സ്കിന്നിന് എടുത്തിട്ടുണ്ട്. എനിക്ക് ഇത് രണ്ടിലും സ്കിന്നിന് എനിക്ക് നല്ല ഒരു ചേഞ്ച് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്കിന്നിന് ഫ്ലാക്സ് സീഡ് എടുത്തതെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇനി ഒക്കെ വരുമ്പോൾ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഒരു മാറ്റം എനിക്ക് ഫ്ലാക്സ് സീഡിലൂടെ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഫുഡിൻ്റെ കൂടെ ഫ്ലാക്സ് സീഡ് കഴിച്ചിട്ടില്ല. ഞാൻ പംകിൻ സീഡും എടുത്തിട്ടുണ്ട്. വേറെ അങ്ങനെ സീഡ്സ് പൊതുവേ കുറവാണ് കേട്ടോ. ഞാൻ പംകിൻ സീഡാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ചിയാ സീഡും, ഇത് രണ്ടും എനിക്ക് നല്ലൊരു ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യം നല്ലൊരു രീതിയിലാണ് വെയിറ്റ് ലോസ് നോക്കുന്ന കാര്യം. അതിനകത്ത് ഞാൻ അതിനകത്ത് ഞാൻ ഹെൽത്തി ഫാറ്റ്, കാർബ്സ്, പിന്നെ ഫൈബർ എല്ലാം കൂടി, പ്രോട്ടീൻ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ഡയറ്റാണ് ഞാൻ കൊണ്ടുപോകുന്നത് കൊണ്ട് എനിക്ക് അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്ലാക്സ് സീഡിനെ പറ്റിയിട്ട് എനിക്ക് ഇത്രയൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ കഴിക്കുന്നത് അളവ്, ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല, എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് സംഭവിക്കും, കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള എല്ലാ കാര്യവും ഇതിൻ്റെ ഉള്ളിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഡേ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും വെയിറ്റ് ചെയ്യാം.